ഹലോ ഗൈസ്, നമ്മളെ എഫ് സി മൊബൈലിൽ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം പിച്ച് ബീറ്റ്സ് കുഴപ്പമില്ല ഗൈസ്. കാർഡൊക്കെ കണ്ടിട്ട് സിഡാന്, പിർലോ, പിന്നെ നെസ്റ്റാൻ്റെ കാർഡൊക്കെ ഉണ്ട്. ഈസി ആയിട്ട് കിട്ടും ഗൈസ്. എല്ലാവർക്കും വേണമെങ്കിൽ നെസ്റ്റേനെയോ 800 ഷാഡുള്ള ആരെ വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ എന്തായാലും ഡിവിഷൻ റൈവൽസിൻ്റെ ഗൈസ് നമുക്ക് ഫ്രീ റിവാർഡ് ഉണ്ടല്ലോ ഗൈസ്, അത് നമുക്ക് ക്ലെയിം ചെയ്യാം. 99 തൊട്ട് 107 വരെയുള്ള ക്ലെയിം ചെയ്യാം ഗൈസ്. ഇങ്ങനെ തരുന്നത് നല്ലതാണ്. അതാകുമ്പം നമുക്ക് എന്തായാലും കുറേ പ്ലേയേഴ്സിന് കിട്ടും. ഓക്കെ, ഇത് ഇവാൻസ് ആണ് ഗൈസ്. ഇവാൻസ് ഞാൻ ഓൾറെഡി കുറേ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. സോ നമുക്കിനി ഇതിനകത്തുനിന്ന് ഒരു ഫ്രീ റിവാർഡും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളടുത്ത് കുറച്ച് ടോക്കണേ ഉള്ളൂ. അത് വെച്ച് 2 പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഗൈസ്. 2 പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്നിനും വർക്കൗട്ടില്ല സാറിലേസ്. നമുക്ക് ഇവരൊക്കെ എക്സ്ചേഞ്ച് അടിക്കാമല്ലോ. നമ്മൾ മറ്റേ എക്സ്ചേഞ്ചിൻ്റെ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. 98 തൊട്ടുള്ളത് ഇവർ 99 തൊട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കുറേ ആയിട്ട് ഇവർ പറ്റിക്കൽ തന്നെയായിരുന്നു. ഇതിനകത്ത് തേപ്പന്നെ ഗൈസ്. നമുക്കിനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകാം ഗൈസ്. നമ്മളെ ജെമ്മുണ്ട് 13,000. ഒരു 3 അൺലിമിറ്റഡ് ബണ്ടിലും ഒരു സാധാ നമ്മളെ ഡെയിലി ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. ഇതെന്തായാലും ഇതിനകത്ത് തീർക്കുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് ജെം എടുക്കാം ടോക്കൺ വെച്ചിട്ട്. സോ ഗൈസ്, ഇനി നമുക്ക് ഡെയിലി പാക്ക് ഓപ്പൺ ചെയ്യാം. ഡെയിലി ജെം പാക്ക് ഡെയിലി ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് പ്രോബിലിറ്റി കൂടിയിട്ടുണ്ട്. 102 തൊട്ട് 107 വരെ ഉണ്ട് ഗൈസ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഹയർ OVR ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും 4 വീക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 വീക്ക് ഉണ്ട് ഗൈസ്. ആൻഡ് നോക്കാം കേസ് നമുക്ക് ആർക്ക് കിട്ടുന്നത്. ഒരു 104 105 കിട്ടിയാൽ നല്ലായിരുന്നു. ഗറട്ടാസറൈ ആരാണിത്? മെർട്ടൻസ് ആണ് ഈ 30 ടോക്കൺ സെറ്റാണ്, 30 ഷാഡ്. ആൻഡ് ഈസ് ഇതിനകത്ത് മറ്റേ ഒരു ഡൈസ് ഗെയിമാണ് ഈസ് നമ്മളെ ഇവൻറ്റിൽ ഡൈസ് ഗെയിം. ആ ഡൈസ് ഗെയിമിൽ ഏകദേശം നല്ല റിവാർഡുണ്ട്. ഞാൻ ഏകദേശം ഈസ് നമ്മളെ ആ സ്റ്റാർ ടോക്കണില്ലേ, സ്റ്റാർ ടോക്കണെ എക്സ്ചേഞ്ച് ചെയ്ത് ഏകദേശം 40 ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്, അതിൻ്റെ ആ ടോക്കൺ. സോ അത് കുറേ ലെങ്ത് ആയി പോവും ഈ വീഡിയോ. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും അതിന് മാത്രമായിട്ട്. സോ ആയുവിനെയാണ് കിട്ടിയേക്കുന്നത്. നമുക്കിനി 2 പാക്ക് കൂടി ഓപ്പൺ ചെയ്യും ഗൈസ്. കാരണം ഈ ഫുള്ളായിട്ട് ജെമ്മ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തടുത്ത വീഡിയോയിലൊന്നും നമുക്ക് ജെമ്മ് ഉണ്ടാവില്ല പാക്ക് ഓപ്പൺ ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ അക്കൗണ്ടിൽ മാത്രമായിട്ടാണ് ഗൈസ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിലും തേർഡ് അക്കൗണ്ടിലായിട്ടുള്ള പാക്ക് ഓപ്പണിംഗ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ഗൈസ് നല്ല കാര്യം കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 103 കിട്ടിയ ഗൈസ് W ആയിരുന്നു. അതിന് കുറേ എക്സ്ചേഞ്ച് ചെയ്യാൻ ഗൈസ് നമുക്ക് കുറേ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് മറ്റേ ട്രോഫി ടൈറ്റൻസിലുണ്ടായിരുന്ന ഒരു കാർഡാണ് ഗൈസ്. നല്ലതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് എക്സ്ചേഞ്ചിലോട്ട് അടക്കാം ഗൈസ്. ഇത്രയും ആൾക്കാരെങ്ങനെ കിട്ടിയെന്നല്ലേ ഗൈസ് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഡൈസ് ഗെയിമിൽ നിന്നാണ് ഗൈസ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ചെയ്തു അത് ഡൈസ് ഗെയിമിൻ്റെ സംഭവങ്ങളൊക്കെ ഫുള്ള് തീർത്തപ്പോഴാണ് ഗൈസ് ഇത്രയും കാർഡ് കിട്ടിയത്. ഓസ്ട്രിയ റൈറ്റ് ബാക്ക് എത്രയാണ് ഗൈസ്? 100 ആണോ? ഓക്കെ, 100 ആണ് റേറ്റിംഗ് വരുന്നത്. കുഴപ്പമില്ല. സോ നമ്മളുടെ മെയിനായിട്ടുള്ള സംഭവം ഗൈസ് ഇംഗ്ലണ്ട് സെൻട്രൽ മിഡ് ബ്രൈറ്റൺ. ഓക്കെ, മില്ലറാണ് ഗൈസ്, മില്ലർ. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്തടുത്ത പാക്കുകൾ ഓപ്പൺ ചെയ്യാം. നല്ലൊരു ഇവൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഫോളോവേഴ്സ് കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ. നമുക്കിനിയിപ്പം ഗൈസ് കോയിൻ ഞാൻ നോക്കുമ്പം മാർക്കറ്റിൽ ഇവർക്കൊക്കെ നല്ല ലിസ്റ്റിംഗ് ഉണ്ട്, കുറേ ആൾക്കാർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കോയിൻ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്. എന്തായാലും ഇറ്റലി റൈറ്റ് ബാക്ക് ആയിരിക്കും. പുള്ളി 100 ആണെന്ന് തോന്നുന്നു. ഡി സിൽവേർട്രി അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് വേണ്ടാത്ത കുറേ കാർഡുണ്ട്. യൂസിലെ കാർഡൊക്കെ ഇപ്പോഴേ കളയണം. യൂസിലൊക്കെ നമുക്ക് കൂട്ടി വെച്ച് ഇനി
നമ്മളെ സെമി ഫൈനലും ഫൈനൽ ചാപ്റ്ററൊക്കെ ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് കിട്ടില്ലെങ്കിലും പ്ലേയേഴ്സിനൊക്കെ എടുക്കാവുന്നതാണ്. ഗേസ് ബൈ ദ വേ നമ്മൾ സ്കോഡൊക്കെ 111 OVR എത്തിയിട്ടുണ്ട് ഗേസ്. അതൊക്കെ ഗേസ് അടുത്ത ഒരു കേസ് നമ്മൾ സ്കോഡ് അപ്ഗ്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. സ്കോഡ് അപ്ഗ്രേഡിങ്ങിൻ്റെ അല്ല, നിലവിലെ സ്കോഡ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. നമ്മൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കേട്ടില്ലെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ. ഓക്കെ, കുറേ കോയും പൊടിയുന്നുണ്ട്, അതൊന്നും വിഷയമില്ല ഗേസ്. നമുക്ക് പ്ലേയേഴ്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഓക്കെ, ലാസ്റ്റ് പാക്കായിരിക്കും ഗൈസ് ഇത്. നോക്കാം ഗൈസ് ആരായിരിക്കും. ജോർജിയ സെൻറ്റർ ബാക്ക് ഇവാൻസിനെ കുറേ പേർക്ക് കുറേ വട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്.